ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ തന്നെ നമ്മളുടെ RRB JEയുടെ CN 5/2025 ഷോർട്ട് നോട്ടീസ് അവിടെ ഔട്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അവിടെ ഡ്രാഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് തന്നെ എന്താ ഷോർട്ട് നോട്ടീസ് വരുന്നുണ്ടാവും. ആ ഒരു ഷോർട്ട് നോട്ടീസിൽ എപ്പോഴാണ് നമ്മൾ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക, അതുപോലെ ഏജ് ലിമിറ്റ് എത്രയായിരിക്കും, വേക്കൻസി എത്രയായിരിക്കും, അതേപോലെ അതിന് എപ്പോഴായിരിക്കും ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അവിടെ ഞാൻ ഷോർട്ട് നോട്ടീസ് ഇന്നിപ്പം ഔട്ടായിട്ടുണ്ട്. ആക്ച്വലി ഇത് നമ്മുടെ ഷോർട്ട് നോട്ടീസ് നമ്മുടെ 4-ാം തീയതി, അതായത് ഒക്ടോബർ മാസം 4-ാം തീയതിയിലെ എംപ്ലോയ്മെൻറ്റ് ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ആവേണ്ടി ഇരുന്ന ഒരു ഷോർട്ട് നോട്ടീസാണ്. അപ്പോഴാണ് പബ്ലിഷ് ചെയ്ത് വരാറ്. ഇപ്പോഴത് ഇൻറ്റേർണലായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ സർക്കുലേറ്റ് ചെയ്യപ്പെട്ട ഒരു നോട്ടീസാണിത്. അപ്പോൾ ഇതിലെന്താ കൃത്യമായിട്ട് അവിടെ സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ് നോട്ടീസ് നമ്പർ CN നമ്പർ 5/2025 എന്ന രീതിയിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്. റിക്രൂട്ട്മെൻറ്റ് ഓഫ് വേരിയസ് പോസ്റ്റ് ഓഫ് JE, DMS ആൻഡ് CMA. അതായത് നമ്മളെന്താ പറയുന്നത്, ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ 31/10/2025, അതായത് ഒക്ടോബർ മാസം 31-ാം തീയതി തൊട്ടാണ് എന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എന്താ ഒരു 3 ദിവസം മുന്നേ ഒക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ അവർ പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും. ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണ്, നവംബർ മാസം 30-ാം തീയതി രാത്രി 12 മണി വരെയാണ് പറഞ്ഞിട്ടുള്ളത്. നെയിം ഓഫ് ദ പോസ്റ്റ് നമ്മൾ പറഞ്ഞു. ഇതെന്താ ലെവൽ 6 ആണ്. 35,400 ഇനീഷ്യൽ പേ വന്നുള്ളത്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏജ് ഓൺ 1/1/2026 18 തൊട്ട് 33 വയസ്സ് വരെയാണ് അവിടെ ഏജ് ലിമിറ്റ്. 18 തൊട്ട് 33 വയസ്സ് വരെ. പലരും നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്രയായിരിക്കും ഏജ് ലിമിറ്റ് എന്നില്ലായിരുന്നു. അപ്പോഴേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 33 തന്നെ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം മാത്രമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഒരു 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ, അതായത് കൊറോണ കാരണം അവസരം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഒരു 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ കഴിഞ്ഞ പ്രാവശ്യം മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്രാവശ്യം എന്തായാലും ആ ഒരു 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ടാവില്ല എന്നുള്ള കാര്യം നമ്മൾ ഷുവറായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ 18 തൊട്ട് 33 വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ അവരവിടെ കൊറോണ കാരണം തന്നത് ഒഴിവാക്കി. കറസ്പോണ്ടിങ് OBC SC കാൻഡിഡേറ്റ്സിൻ്റെ കറസ്പോണ്ടിങ് ഏജ് റിലാക്സേഷൻ അവിടെ ഉണ്ട്. ടെൻറ്റേറ്റീവ് വേക്കൻസീസ് നമ്മൾ നേരത്തെ ഡ്രാഫ്റ്റിൽ പറഞ്ഞ പോലെ 2570 തന്നെയാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒക്ടോബർ മാസം ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ അവർ ഇറക്കുന്നുണ്ടാവും. നമ്മുടെ ഓരോരോ RRBയിലും എത്രയാണ് വേക്കൻസീസ്, ഓരോ പോസ്റ്റ് വൈസ് എത്രയാണ് വേക്കൻസി എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. ഇപ്പം ഷോർട്ട് നോട്ടീസ് ആയതുകൊണ്ട് അത്രയും ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ ഇല്ല. കണ്ടില്ല, 4/10/2025, അതായത് 4-ാം തീയതിയിലെ എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി എന്നിരുന്ന ഒരു ഷോർട്ട് നോട്ടീസാണിത്. നിങ്ങൾക്ക് 4-ാം തീയതിയാണ് ആ ഒരു എംപ്ലോയ്മെൻറ്റ് ന്യൂസ്, അതായത് എല്ലാ ശനിയാഴ്ചകളിലാണ് അത് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു PDF അന്നേരം കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇത് അതിന് മുന്നേ ഇൻറ്റേർണലായിട്ട് സർക്കുലേറ്റ് ചെയ്യപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ ചെയർപേഴ്സൺ RRB. അപ്പോൾ നോട്ടീസ് വന്നു, ഷോർട്ട് നോട്ടീസ് വന്നു. ഇനി എന്തായാലും പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളെ സൈഡിൽ നിന്ന് അത്രയും പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളതാണ്. ഓൾറെഡി കുറേ പേര് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഇനിയും പ്രിപ്പയർ ചെയ്യാത്തവർ അത്രയും പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വീഡിയോസ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.